അപ്പോൾ കം ബാക്ക് ടു കണ്ണ ബ്ലോഗ്സ് ആൻഡ് ഗെയിംസ്. ഒന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ കാർ ഫോർ സെയിലാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇതുവരെ അത് ലോങ് വേ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മുടെ വണ്ടി മെക്കാനിസം അങ്ങനത്തെ ഒരു ഗെയിം തന്നെയാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് നമ്മൾ അതായത് സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചിട്ട്, നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും കുറേ ഇത് കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അത്. സോ ഞാൻ ഓൾറെഡി ഒരു റേഞ്ച് റോവർ മാതിരിയുള്ളൊരു കാർ മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം വരെ എടുത്തതാണെങ്കിൽ ഒരു ഡിലീറ്റ് ആയി പോയി മൊബൈലിൽ നിന്ന്. ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അതാണ് പ്രശ്നമായി പോയത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ ഗെയിമാണ്. ഇതിപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ സാധനം റിപ്പയർ ചെയ്യുന്നതാണ് പോയി പറയണത്. ഇപ്പോൾ ആകെ നമ്മുടെ കയ്യിലുള്ള 8749 രൂപയാണ്. ഞാനുണ്ട്. ഓക്കെ, ഇതേതൊരു വണ്ടി അത്യാവശ്യം അടിപൊളിയാണല്ലോ. ഏതിൻ്റെ വണ്ടിയാണ്, ഏതാണെന്ന് കാണാൻ പറയുന്നില്ല. ഓക്കെ, എന്താ ആവട്ടെ, പുള്ളിടത്ത് ചോദിച്ചു നോക്കാം. ഹായ് ബ്രോ, വണ്ടിക്ക് എത്രയാണ്? 2,72,798 രൂപ. താൻ തന്നെ വെച്ചോടേ, തനിക്ക് പറ്റിയ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഏതോ വണ്ടി. അതിൻ്റെ മുന്നേ 1,95,000 രൂപ. വേണ്ടേ, താങ്കളഞ്ഞ വെച്ചോ. ഈ ഇതേതവനാ വാഴ. എന്തായാലും നമ്മുടെ ഓഫീസിലോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്. കാരണം എത്രയോ പൈസ പോയി, 100 രൂപയോ മറ്റോ പോയിട്ടുണ്ട്. നമുക്ക് കാർ ഇപ്പോൾ റിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, കാർ നൈസായിട്ട് റിപ്പയർ ആക്കിയിട്ടുണ്ട്. താങ്ക് യു ബ്രോ. സ്നോ ഫ്ലവർ വിത്ത് ജോണി, നല്ല പേരാണ്. താങ്ക് യു ബ്രോ, കാർ റിപ്പയർ ചെയ്ത് തന്നതിന്. എൻ്റർ ചെയ്യാലേ, ഓർഡർക്കോ എൻ്റർ ചെയ്യാം. അയ്യോ, ഈ ക്യാമറ വേണ്ടടി, മര്യാദയ്ക്ക് ഓടിക്കണത്. അത്യാവശ്യം നല്ല. ഒയ്യോ, നിർത്ത്. ഓക്കെ, സെറ്റ്. എടാ, ഇതിന് പെയിന്റ് അടിക്കണത് എവിടെടേ? പെയിന്റ് മാറ്റണ്ടല്ലേ തൽക്കാലം. ഇതിനെ വെക്കാം. അയ്യോ, അടിക്കല്ലേ. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സാണ്. ഓക്കെ, അത്യാവശ്യം റേഞ്ച് റോവറിൻ്റെ ഒരു ഇതുമാതിരി ഉണ്ട് കാണാൻ. അതിൻ്റെ ഈശ്വരോ ഇടിക്കല്ലേ പ്ലീസ്, ഒരു പാവപ്പെട്ടവനാണ്. ഭിത്തിയുമ്മ കയറ്റിണ്ടാവാൻ വണ്ടി. താങ്ക് യു. ഇതാണെന്ന് വെച്ചാൽ ബ്രേക്ക് അത്യാവശ്യം കുറവാണ്. എന്താവട്ടെ. ഓക്കെ, വണ്ടി തൽക്കാലം ഇവിടെ വയ്ക്കാം ഗൈസ്. ഓക്കെ, വണ്ടി ഇവിടെ വയ്ക്കാം. ഹോണൊക്കെ ഉണ്ട്, സെറ്റാണ്. ഓക്കെ, നമ്മൾ വണ്ടിയൊക്കെ അവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ അറൈവ് ആഫ്റ്റർ 8 o'clock. ഇവിടെ ഇപ്പോഴും 3 മണിയായിട്ടേ ഉള്ളൂ ഗൈസ്. ശോകം എന്ന് പറഞ്ഞൊരു മാതിരി ശോകമാണ് നമ്മുടെ ലൈഫ്. ഓക്കെ, ഇടയ്ക്ക് ഇതേമാതിരി കുറേ ആഡൊക്കെ വരും, അതാണ് മെയിൻ പ്രശ്നം. വെബ് പേജ് കാർ ഫോർ സെയിൽ ടൊയോട്ട ലാൻഡ്. അതേതര വണ്ടി? മൊത്തത്തിൽ നോട്ട് ഓൺ സെയിലല്ലേ. 40 പൈസ എക്സ്പെൻസ് ഇൻകുറക്റ്റ്. 27,000 എന്തായാലും കാശുണ്ടല്ലോ. 42,069. എന്താവട്ടെ, പൊട്ടിട്ടോൺ സെയിൽ. ഗൈസ്, കളറ് ഇയർ 42,000 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാൻ പോണത്. ആണോ? ബൈ പ്രൈസ് നമ്മൾ മേടിച്ച പൈസ 27,000. അപ്പോൾ നമുക്ക് 42-ന് പകരം ഒരു 50,000 ആക്കിയാലോ ഗൈസ്? ഓക്കെ, 50,000 ആക്കാം. 50,000. ഓക്കെ, സെറ്റ്. 50,000 രൂപയ്ക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് പൊട്ടിട്ടോൺ സെയിൽ. ഓക്കെ, നമ്മൾ കാറ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ആരെയും കാണാനൊന്നുമില്ല. ഇപ്പോഴും 4 മണി മറ്റേ ആയിട്ടുള്ളൂ. 8 മണിക്ക് ശേഷമാണ് ഇവരൊക്കെ വരിക എന്ന് പറഞ്ഞിരിക്കണേ.
അതുവരേക്കും നമുക്കേ ക്ലോസ് ചെയ്യാം ഗൈസ്. ഓഫീസ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തൽക്കാലം മറ്റേ ഇവിടേക്കൊന്ന് പോവാം. ഇവിടെ ഒരു ബ്രോ ഹോംലെസ് വേണ്ട ഗൈസ്. ബ്രോ എനിക്ക് ഇപ്പം ഇതിൽ ലാഭം ഉണ്ടാക്കാൻ വെച്ചാൽ തനിക്ക് ഞാൻ ഇതിൽ ഒരു 200 രൂപ തരാം. റെഡ് കഫേയാ? അതെന്താ ലക്ഷറി കഫേ? എന്താ നോൺ മെസ്സേജ് കാർ മാർക്കറ്റിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് കാർ മാർക്കറ്റിലേക്ക് പോവാം. ഇവിടെ ആരും ഇല്ലല്ലോ. അയ്യോ ഗൈസ്, നമ്മുടെ അത്രയും കാശ് വെറുതെ മൂഞ്ചി പോയിട്ടുണ്ട്. കാർ മാർക്കറ്റ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നെയ്ബർഹുഡിലോട്ട് പോയി കുറച്ച് കാറുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. 5:45 മറ്റേ ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു വാൻ മറ്റേ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും വേണ്ട ഗൈസ്. നമുക്ക് കാറുകളാണ് ആവശ്യം. ഇതന്നെയല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ഇവിടെ അടിപൊളി സാധനമാണല്ലോ. ബ്രോ ഇയാളിത് 1,91,000. നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒക്കെ ലുക്ക് ചെയ്യാൻ പറ്റും കാറ്. പക്ഷേ നമ്മുടെ അത്ര കാശില്ല. ആകെ 8,449 ഉലുവേ ഉള്ളൂ ഗൈസ് നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു പുള്ളിക്കാരിരിക്കുന്നുണ്ട്. എന്താ പുള്ളിയുടെ അടുത്ത് ചോദിച്ചോക്കാം. അത്യാവശ്യം ഡേർട്ടി ആയിട്ടുള്ളൊരു കാർ തന്നെയാണല്ലോ. ഓക്കെ ഗൈസ്, ആഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല. 48,000 രൂപയേ ഉള്ളൂ കാറിന്. നോക്കട്ടെ. നമ്മുടെ മറ്റേ കാർ വിറ്റിട്ട് ഈ കാർ വാങ്ങിക്കാൻ പറ്റും നോക്കാം ഗൈസ്. അതുവരേക്കും വേറെ വല്ല കാറുകളും വില കുറവിൽ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം അടിപൊളി കാറാണല്ലോ. ഓക്കെ നോക്കാം. അടിപൊളിയാണോ കുടിപൊളിയാണോ എന്തോ ദൈവം പോലെ അറിയാം. ഓക്കെ, 41,000 രൂപയുള്ളൂ. അത് 48, 41. ഓക്കെ, എന്താ വട്ട്. നമ്മുടെ മറ്റേ കാർ ഓൺ ദ വേ വിൽക്കാൻ. പോലീസ് സ്റ്റേഷനോ? അയ്യോ, കാർ സ്റ്റോർ. ഓക്കെ, ഇവിടെ സ്റ്റോറൊക്കെ ഉണ്ടാകും കാറിനായിട്ട്. പോവാൻ പാടില്ല അല്ലേ? എന്താ വട്ട്, നമുക്ക് ചാടി ഓടിത്തുള്ളിച്ചാടി പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് സമയമായി 7:24 ആയിട്ടുണ്ട്. എന്തായാലേ നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. 8 മണിക്ക് ശേഷം പുള്ളിക്കാരന്മാർ വരുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഓഫീസിലേക്ക് പോവാം. 449 ഇപ്പോൾ 349 ഉലുവയും. ഇപ്പോൾ 7:45 ഒരു 15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ സ്റ്റാർട്ട് അറൈവിങ്. പുതിയ സാധനം ഇതാ അടിപൊളിയാണ്. ഫുള്ള് കണ്ടീഷൻ വണ്ടിയാണ്. ആർക്ക് വാങ്ങിച്ചാലും വരാം. വരൂ വാങ്ങിക്കൂ. ഇതൊന്നും രാത്രിയായ എടേ, ഈ ടൈമിക്ക് ഏതവൻ വരാനാളേ? വണ്ടി നല്ല ഒന്നാം തരം വണ്ടി. അവിടെ ഒരു ജങ്കിയാർഡ് ഉണ്ടല്ലോ. ഓക്കെ, എന്താ അവിടെ. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വല്ല കാറും കിട്ടിയിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് വിറ്റാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഇദ്ദേഹം ആരാണ്? എടോ താനാരാ? യു ഹാവൻറ്റ് മെറ്റലോ? ഓ വാവ്. അപ്പം നമുക്ക് മെറ്റൽ സ്ക്രാപ്പ് അങ്ങനത്തെ പറഞ്ഞ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ജാക്ക് ജങ്കിയാർഡ്. ഓക്കെ, അവിടെ ആരെങ്കിലും വന്നാ? അതെനിക്ക് തോന്നുകയാണ്. അയ്യോ വണ്ടി. ഓക്കെ, ഇവിടെ ആരും വന്നിട്ടില്ല. നൈസായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓഫീസ് ക്ലോസ് ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പോൾ എന്തോന്ന് ചെയ്യും? ഇതൊന്നും അയ്യോ സ്റ്റോറാ. എന്തൊക്കെ പിടിച്ചമർത്തല്ലേ പ്ലീസ് ബ്രോ. ഓക്കെ ഗൈസ്, നമുക്കാണെന്ന് വെച്ചാൽ ആരും വരണ കാണാനില്ല. അപ്പോൾ ആകെ മൂഞ്ചിയ അവസ്ഥയായി. കുറേ കാറുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്നല്ലാണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വരും നമുക്ക് ഓഫീസ് ക്ലോസ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ എന്തോ. ഓ അതാണ്ടേ പോകുന്നു. ഏതോ ബുഗാട്ടി അങ്ങനെ എന്തോ സാധനം. വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ വീട് ഏതാണെന്നും കൂടി എനിക്കറിയില്ല. ഓക്കെ, എന്താ വട്ട്. ഇവിടെ ഒന്ന് ഫാസ്റ്റ് ട്രാവൽ. കരവാൻ.
ഫോർ നൗ ദിസ് ഈസ് യുവർ റെസ്റ്റിംഗ് പ്ലേസ് നോട്ട് ഐഡിയൽ. അപ്പോൾ കരവാനിലോട്ട് നമുക്ക് പോവാം. ഐ മീൻ കാരവാൻ. ഓക്കെ ഗൈസ്, ഇവിടെ യോയോൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഗൈസ്. ഒരു ലൊട്ടയും പോലും കിട്ടിയിട്ടില്ല, ഒരു സാധനങ്ങളും കിട്ടിയിട്ടില്ല. ഓ സ്ലീപ്പോ? എടാ ചാടിപ്പോടെ വിളിക്ക്. അല്ല പിന്നെ സ്ലീപ്പ് കിടന്നുറങ്ങാം. റിസൾട്ട് ഇന്ന് 27,000 രൂപ നമ്മുടെ ഉലുവ ശരിക്കും പോയിട്ടുണ്ട്. ന്യൂ ഡേ ലോഡിങ്. ഓക്കെ, കാർ സോൾഡ്, പർച്ചേസ്ഡ് കാർ കൗണ്ട്, മണി ഏണ്ട്. വെറും $1 കിട്ടി ഗൈസ് നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് പോവാം. രാവിലെ 7 മണിയായി. വലിയൊരു 2,000 രൂപയ്ക്ക് വല്ല വണ്ടിയും കിട്ടാൻ അടിപൊളിയായിരുന്നു ഇല്ലേ ഗൈസ്? യു ക്യാൻ ഫൈൻഡ് ഡിഫറെൻറ്റ് മോഡൽ ഓഫ് കാർസ് കാർ മാർക്കറ്റ്. ഇങ്ങനെ 100 ഉലുവ അങ്ങടും ഇങ്ങടും ചിലവാക്കണ ഒരു ഇതില്ല ഗൈസ്. ഓക്കെ, ഒരു ഇഷ്ടമില്ല അങ്ങനെ. എടാ നമുക്ക് ഇനിയിപ്പോൾ ജങ്കിയടുത്ത് മെറ്റലിഞ്ഞെടുത്തിട്ട് ഇയാൾക്ക് വിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? അതിനകത്തൊരു മെറ്റലിഞ്ഞ് അവിടെ ഉണ്ടാവണം, അതാണ് വേറൊരു കാര്യം. കണ്ടോ ഗൈസ്, കാറൊക്കെ അടിപൊളി കാറാണ് പുള്ളികളെ. ടാപ്പ് ടു പിക്ക് ഇറ്റ് അപ്പ്. 2K മെറ്റൽ പാർട്ട്. ഇത് മെറ്റൽ പാർട്ട്. ഓ, ഇങ്ങനെ മെറ്റൽ പാർട്ടൊക്കെ എടുക്കാൻ പറ്റും, പക്ഷെ വിൽക്കാൻ പറ്റുമോ എന്തോ. ഓക്കെ, ഇവിടെ ഫൗണ്ട് മെറ്റൽ പാർട്ട്. 2K മെറ്റൽ പാർട്ട്. ഈ എല്ലാ മെറ്റൽ പാർട്ടും എടുത്താലോ ഗൈസ്? ഈ മെറ്റൽ പാർട്ടൊക്കെ ഇയാൾക്ക് തന്നെ എടുത്ത് വിൽക്കാൻ പറ്റുമോ എന്തോ അല്ലേ? അങ്ങനെ വിൽക്കാൻ പറ്റും. അടിപൊളി. സെറ്റ്. അണ്ണോ അണ്ണാ ഈ തേങ്ങ സെൻസിറ്റിവിറ്റി ഞാൻ കുറച്ചാണല്ലോ. ഇവിടെ 1200 രൂപേ. ഇവിടെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതൊരു 1.5 പോയി. ഓഫീസ് ഈസ് ക്ലോസ്, ക്ലീൻഡ്, കനോട്ട് കമ്മെന്ന്. എടോ ഒരാളെങ്കിലും വാടോ. ഓക്കെ ഗൈസ്, ഇനി ആരെങ്കിലുമൊക്കെ വരും. കാറ് വിൽപ്പനയ്ക്ക്. അയ്യോ, എന്തായി കിടക്കണം അവിടെ? ഞാൻ വെച്ചത് അലങ്കാരത്തിൻ്റെ ഒന്നും സാധനമാണെന്ന്. ഇപ്പല്ലേ മനസ്സിലായി ഇതിൻ്റെ. നമുക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടോട്ടാ. അങ്ങനെ ഉണ്ടല്ലേ. കാർ മേടിക്കുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടൂടാ. 10 മറ്റേ സംതിങ്. ഒരാൾ വന്നു. ആരാടാ അത്? ഇതാര്? ഐഷോ സ്പീഡാ ഇത്? എടാ ഇയാളെന്താ കാറിൻ്റെ ഉള്ളിൽ പോയി കയറ്റിയിരിക്കുന്നേ? എടാ ഇങ്ങോട്ട് വാടോ. ഹൈ ഇടോട്. ഹലോ, ലുക്കിംഗ് ഫോർ 50,000. ബാർഗെയിൻ ചെയ്യാൻ പറ്റൂല അല്ലേ? എടാ നമുക്കിത് 27,000 എക്സ്പെൻസ് ഇൻക്ലൂഡഡ്. ഇങ്ങനെ ഡേർട്ടി പെയിൻറ്റഡ് ആണ്. ഡേർട്ടി ഉണ്ട് പെയിൻറ്റ്. ഫിവലി ഒരു 48,000 വേണ്ടി വരൂടെ? പറ്റില്ലടേ. 48,000 എങ്കിലും വേണം. 8 മണി കഴിഞ്ഞു. 9 മണി, 10 മണി മറ്റേ ആയിണ്ട് ഗൈസ്. ഒരാളെയും പോലും കാണാനില്ല. എന്നാലും നമ്മൾ നൈസായിട്ട് 1200 രൂപയൊക്കെ ഉണ്ടാക്കിട്ടോ. നൈസായി. നമുക്ക് തൽക്കാലേ ഇവിടെ വല്ല കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം. ഇവിടെ റെഡ് കഫേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കാറാരും മോഷ്ടിച്ചോണ്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും ഞാൻ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നൈസായിട്ടേ ഇവിടെ ഞൊണ്ണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതെന്താ? ഓക്കെ ബ്രോ, ഒരു കാപ്പി. ഓക്കെ, കാപ്പി കുടിച്ചു നമ്മൾ. ഓക്കെ, നമുക്കിനി എന്തായാലും ഇവിടെ നാട് വിടാം. എന്താവട്ടെ. കാറിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് അവിടെ. അതെന്താവട്ടെ. നമുക്ക് എന്തായാലും നമ്മുടെ ഓഫീസിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ 100 ഉലുവ വീണ്ടും പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ കുട്ടി നമ്മുടെ കാറ് കാണാൻ വന്നിട്ടില്ല. എടാ ഇത്രയും നല്ലൊരു കാറ് ഇവിടെ വെക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് എന്തത് വന്ന് കണ്ടുകൂടെ? നല്ല വണ്ടി, നല്ല ഒന്നാന്തരം വണ്ടി.
ഇതിന് 3000 സംതിങ് ആണ് നമ്മൾ ചിലവാക്കിയത്. 48,000 എന്തായാലും നമുക്ക് വേണം. 30,000 എന്തായാലും ഈ കാറിന് ഫുള്ളായിട്ട് നോക്കിയപ്പോൾ ഒരു 31,000 ഉണ്ടാവും. കുറച്ച് പൈസ കൊടുക്കാം, പാവല്ലേ. ഇയാള് നമ്മുടെ ആശാനാണ്, നമ്മുടെ സെയിം പ്ലീസ് വെയിറ്റ്. ഓക്കെ, എന്താ പാട്ട്? എടോ 12 മണിയായടോ, ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും വാടോ പ്ലീസ്, ഒരാളെങ്കിലും. അപ്പോൾ ആ 45,000 രൂപയ്ക്ക് വന്നവന് വിറ്റാൽ മതിയായിരുന്നു. അല്ല, ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നേ? ഈ ഗസ്റ്റ് പ്ലെയർ ഒരു രസമില്ലല്ലോ, ഒരു പേര് മാറ്റണതിന്. ഇതെങ്ങനെ പേര് മാറ്റാന്ന് എനിക്കറിയില്ല. എന്താ പാട്ട്? കമ്പ്യൂട്ടർ അവിടെ, കമ്പ്യൂട്ടർ. ഓക്കെ ഗൈസ്, ഒക്കെ എന്തായാലും പേരങ്ങോട്ട് മാറ്റിക്കളയാം. ബിക്കോസ് ഡെക്കറേഷൻ്റെ അവിടെ എന്തായാലും ഓഫീസിൻ്റെ പേര് മാറ്റാനേ പറ്റണില്ല. ഓഫീസ് അപ്ഗ്രേഡ് അല്ല, ഡെക്കറേഷൻസ് സൈന്. എടാ ഇവിടെ ഇങ്ങനെ മാറ്റാൻ പറ്റുമോ? കണ്ണാപ്പിന്നുകൊണ്ട് അങ്ങനെ ഇടാം ഗൈസ്. കണ്ണാപ്പി കാൾസ് എങ്ങനെയുണ്ട് മോനെ? കണ്ണാപ്പി കാൾസിൻ്റെ മോനെ സീന്. ലെങ്ത്തൊക്കെ അങ്ങോട്ട് വലിക്കട്ടെ, അങ്ങോട്ട് വിട്ടോ അങ്ങോട്ട് നീളട്ടെ. ഈ വിട്ടൊക്കെ മതി. ഓക്കെ, സെറ്റ്. ഓക്കെ ഗൈസ്, നമ്മുടെ പേരങ്ങോട്ട് നമ്മൾ മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നല്ല പിന്നെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി 1000 രൂപ വേണം. അതാണ് മെയിൻ പ്രശ്നം. എന്താ വട്ട് ഗൈസ്, നമുക്ക് എന്താ അത് വിറ്റ് കിട്ടിയതല്ലേ, എന്താ സ്ക്രാപ്പ് ലാഭം. കണ്ണാപ്പി കാറുകൾ വിൽപ്പനയ്ക്ക്. കാറ് മേടിക്കൂ, കണ്ണാപ്പിയാകൂ. ഓക്കെ, നമ്മുടെ പുള്ളിയുടെ അടുത്ത് ഇനിയും സ്ക്രാപ്പുകൾ ഉണ്ടോ നോക്കി നോക്കാം. പുള്ളിയുടെ അടുത്ത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതും വിൽക്കാം ഗൈസ്. ആളുടെ സ്ക്രാപ്പ് മേടിക്കുന്ന ആൾക്ക് തന്നെ വിൽക്കുന്നു. അതാണ് കണ്ണാപ്പി ലൈഫ്. ഓക്കെ, ഇവിടെ 2 സ്ക്രാപ്പ് ഉണ്ട്. അയ്യോ, 2 അല്ല, 1 തന്നെ ഉള്ളൂ ഗൈസ്. ഓക്കെ, എന്താ പാട്ട്? കുറച്ചും കൂടി സ്ക്രാപ്പ് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഇയാൾക്ക് തന്നെ എടുത്ത് വെക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഐഡിയ? ബ്രോ, ഈ സ്ക്രാപ്പ് എടുക്കൂ. ഒരു മെറ്റലിന്, അതായത് ഒരു സ്ക്രാപ്പിന് തന്നെ 150 രൂപ കിട്ടി നമുക്കിപ്പോൾ. ഏതാ റേഞ്ച്? ആളിങ്ങനെ പൊട്ടനായിക്കൊണ്ടിരിക്കന്നെ. അവിടെ ഈ കാർ ഒരു മനുഷ്യൻ്റെ കുട്ടി വാങ്ങിക്കാൻ വേണ്ടിയില്ല. ശോകം. നമ്മുടെ വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കാൻ ഞാൻ ഗൈസ്. നമ്മൾ എന്തായാലും കാറിൻ്റെ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നു. ഇപ്രാവശ്യം ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും മോനെ, സെറ്റ് സാധനങ്ങൾ. എന്തായാലും ഫസ്റ്റ് വണ്ടിയായിട്ടുള്ള ഈ ഒരു വണ്ടി തന്നെ തുടങ്ങാം. അവിടെ ഒരു അപ്പൂപ്പനാണ് വിൽക്കണേ. വണ്ടിക്ക് എത്ര രൂപ വരും ഗൈസ്? അപ്പൂപ്പ അയ്യോ, 2,33,566 രൂപ അപ്പൂപ്പൻ തന്നെ വെച്ചു. എനിക്ക് വേണ്ട. ഈ വണ്ടി തന്നെയാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് ഇല്ലേ? എങ്കിലും ചോദിച്ചോക്കെ എത്ര രൂപയാവും? ഓപ്പൺ സ്കെയിൽ ഫോർ ബാർഗൈനാ. 1,61,000 രൂപയോ? ഞാനിവിടെ വിൽക്കണത് 50,000 രൂപയ്ക്ക്. ഇവിടെ ഇയാൾ 1,61,000 സംതിങ് രൂപയ്ക്ക്. പൊന്നു മോനെ, BMW E30. 1,36,000 BMW E30. ഇവിടെ ഏതാ പജേറോയോ? ലോഡ് എവറസ്റ്റ്. ഇവിടെ 4 ലക്ഷമായി. ഇപ്പോൾ അവിടെ നിന്ന് കളവാ. ഇവിടെ ഇരുന്ന് മീശക്കാരൻ വന്നിരിക്കുന്നുണ്ട്. ഹേയ് ബ്രോ, 3 ലക്ഷം. ഇവിടെ എന്തോന്നോ ലക്ഷങ്ങളാണല്ലോ വാരി വീശുന്നത്. ഇവിടുത്തെ ചീപ്പ് വണ്ടികളിൽ ഏതെങ്കിലും ഒരു ചീപ്പായിട്ടുള്ള ചീർപ്പ് വണ്ടി ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വെറുതെ ഒന്നും. നമുക്കിനി നടന്നു പോവാൻ ചടി പൊളിയായിരുന്നു അല്ലേ ഗൈസ്? നെയ്ബർഹുഡ് അല്ലേ ഇത്? പിന്നെ നെയ്ബർഹുഡിലേക്ക് പോവാം ഗൈസ്. ഇനി വെറുതെ തന്നെ കാശ് കളയുന്നേ. ഇപ്പം എന്തായാലും 7 മണി സംതിങ് ആയിട്ടുള്ളൂ PM. 6:16 PM ആയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാർ വിൽപ്പനയ്ക്കൊന്നും ഒരു മനുഷ്യൻ്റെയും കുട്ടി വരില്ല ഗൈസ്. ഇവിടെ നമുക്ക് ആശുപത്രി ഉണ്ട്. ഇവിടെ നമുക്ക് നൈസായിട്ട് പുതിയ കാറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു കറുപ്പാണ്ടി സാധനം ഉണ്ട്. മോനെ, ഏത് സെറ്റേജ് സാധനം.
ഈ വണ്ടി മേടിക്കണം. ഇതാണ് എൻ്റെ അടുത്തൊരു വണ്ടി. അധികവും ഈ വണ്ടി ഞാൻ വാങ്ങിക്കും. ഇതിന് എത്ര രൂപ വരും? 67,000 വരുള്ളൂ. എടേ എൻ്റെ കയ്യിൽ അത്രയൊന്നുമില്ല. ആകെ 8,000 സംതിങ് ഉലുവ ഉണ്ട്. ഞാനും കൊണ്ട് ഇതേതാ വണ്ടി? വലിയ കച്ചവടം. ഓടാ ഓടി വന്നിട്ട് നമ്മളെ ഓട്ടിക്കാൻ വന്നിരിക്കുന്നത്. മറ്റേ അതേ വണ്ടിമാരുള്ള വേറൊരു വണ്ടി ഉണ്ട് ഇവിടെ. അത് ലോഡ് ഫസ്റ്റ് തന്നെയാണ്. അയ്യോ എൻ്റെ മോനെ 5 ലക്ഷമായി. ഓടാ അവിടെ നിന്ന്. എൻ്റെ പട്ടി വാങ്ങിക്കും. ഹലോ ഗൈസ്. അല്ല ഹലോ ബ്രോ. എന്താ വണ്ടിക്ക് എന്ത് പറ്റി? ഇത് വെറുതെ കേൾക്കാനുള്ള വണ്ടി. അതൊന്നും അധികം ഇതില്ല, സുഖമില്ല കാണാൻ. ഇവിടെ ഒരു സൈന്യേഷ സാധനം വന്നിരിക്കുന്നുണ്ട്. ഇതാരാ? പോലീസോ? ഇതൊരു പോലീസാണ് അടയത്. ഓക്കെ ഗൈസ്, എന്താ ഓടി Q2 ആണ്. ഓക്കെ എന്ന് വേണ്ട ഗൈസ്, താൻ തന്നെ വെച്ചോ. തനിക്കുള്ള വണ്ടിയാണ് താനേ ഇത്. ഓക്കെ, ഇവിടെ എന്തോണോ എന്തോ. നമുക്കെന്തായാലും നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് തന്നെ പോവാം. ഇവിടെ എല്ലാ വണ്ടിക്കും സംതിങ് ഷുലുകളുണ്ട്. ടോക്ക് ചെയ്യാം നമുക്ക്. ഇയാളോട് എത്ര വണ്ടി പൈസ വരും? ഓ രാത്രി ആയല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇനി ബസ് സ്റ്റാൻഡ് എവിടെ? ബസ് സ്റ്റാൻഡ് എവിടെ? അല്ല ഐ മീൻ ബസ് സ്റ്റോപ്പ്. ഗൈസ് ബസ് സ്റ്റോപ്പ് കാണാനില്ല. മൂഞ്ചി. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം. സോ ഗൈസ്, നമ്മളെന്തായാലും വണ്ടി വിളിച്ച് പോകുന്നില്ല. അവിടെ ഒരു ജങ്കിയാടാണ് നിൽക്കണത്. അപ്പം നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. എടേ അത് കാർ മാർക്കറ്റ് ആയിരുന്നല്ലേ? ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ജങ്കിയാടാ വിചാരിച്ചു ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ 100 രൂപ പൊട്ടിക്കേണ്ടി വരും. പൊട്ടിക്കാനുള്ള എന്തായാലും പൊട്ടിച്ചേക്കാം. എന്താ ഇപ്പോൾ നമുക്കെന്താ. ഓക്കെ ഗൈസ്, നമ്മുടെ 100 രൂപ പോയിട്ടുണ്ട്. താങ്ക് യു. 7,929 രൂപ. ഇനി ഒരു മനുഷ്യൻ്റെ കുട്ടി എന്തായാലും വരാൻ പോകണില്ല ഈ വഴിക്ക്. കിടന്നുറങ്ങാൻ ഗൈസ്. 2 ദിവസം ഈ വണ്ടി ഇവിടെ വാങ്ങിച്ചിട്ടിട്ട്. ഇവിടെ എന്താ താഴത്ത്? ഓക്കേ, വാഷിംഗ് സ്പോഞ്ച് ഇല്ലല്ലേ? ചേടാ ടാബ് ഇല്ല. ക്ലോസ് ചെയ്യാം. ഓഫീസ് എന്തായാലും ക്ലോസ് ചെയ്യാം. കുറച്ച് കുടിക്കാം. കുറച്ചല്ലേ ഫുള്ള് കുടിച്ചു കഴിഞ്ഞ് ഇവൻ. നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഹലോ ബ്രോ, അപ്പോൾ ഞാൻ പോവാണ്. ഇപ്പോൾ കരവാനിലോട്ട് നമുക്ക് ഇനി നാട് വിടാം ഗൈസ്. സേവിങ് പ്ലീസ് വെയിറ്റ്. താങ്ക് യു. നമ്മുടെ സ്വന്തം വണ്ടിയാണോടെ? അല്ല, ആയിരുന്നെങ്കിൽ എടുത്തു പോയി ഞാൻ വിറ്റേനെ കൊണ്ടുപോയിട്ട് ഗൈസ്. കൊണ്ടുപോയി വിറ്റേനെ ഞാൻ. ഇനി കുറച്ച് കിടന്ന് ഉറങ്ങാം. മണി സ്പെൻഡും ഇല്ല. ലാഭം ഇന്ന് ഈ ഒരു ദിവസം ലാഭവും ഇല്ല, നഷ്ടമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ നഷ്ടമായിട്ടിരിക്കുകയാണ്. ഒരു ലാഭം ഇപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 20,000 ഉലുവ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിൽ. നെക്സ്റ്റ് ഡേ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നാട് വിടാം. രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഏരിയയിലോട്ട് ഇനി എന്തായാലും പോവാം. ഇതിലൊക്കെ ലിഫ്റ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളി. അതിനെ പൈസ ലാഭിക്കാൻ വേഗം അവിടെ എത്തുകയും ചെയ്യാം. ലിഫ്റ്റൊക്കെ ഇങ്ങനെ തരികയാണെന്ന് വെച്ചാൽ ഒരു ഇതായിനെ. പിന്നെ എന്തായാലും ഓഫീസിലോട്ട് പോവാം. 100 ഉലുവ വീണ്ടും പോയിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പൈസ പോകുന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തോന്നടാ അവിടെ? ഡ്രാഗ് റേസാ? ഈ ഇവനേതാ? അയ്യോ, ഇത് ഈ മറ്റേ പോലീസല്ലേ? നോ കാസ് നിയർ ബൈ. താങ്ക് യു. ഇന്ന് നമ്മുടെ ജാക്കിൻ്റെ ജങ്കിയാർഡിൻ്റെ ഉള്ളിൽ കുറച്ച് മെറ്റലിൽ നിന്നുണ്ടാകുക പെറുക്കാമായിരുന്നു. ഇന്നൊരു ഓക്കെ ഗൈസ്, 8 മണി കഴിഞ്ഞു. നമ്മൾ ഓഫീസ് തുറന്നിട്ടില്ല ഗൈസ്. 8 മണി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ അണ്ണന്മാരൊക്കെ വരുള്ളൂ ഗൈസ്. ഓഫീസ് ക്ലോസ്ഡാണ്. ഓഫീസ് തുറക്കണതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ പിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ പണ്ടാറടങ്ങാണ്ട്. പക്ഷെ ഏതവനാടാ ഇങ്ങനെ ട്രാഷ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നമ്മൾ ആകെ ഒരു ജ്യൂസ് കുടിച്ചു. ഇത്രയ്ക്കൊക്കെ ട്രാഷ് ഉണ്ടാവുമോ? എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്, അതാണൊരു ഇതുള്ളൂ. എക്സ്പീരിയൻസ് കൂടാന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറയുന്നത്. ബാർഗെയിൻ
അതായത് ആൾക്കാരോട് പൈസ കുറച്ച് പറയുക, കൂട്ടി പറയുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ വട്ട്. ഇന്ന് എന്തായാലും ഈ കാർ 45,000-നെങ്കിലും ഞാൻ വിൽക്കും ഗൈസ്. ലാഭമോ നഷ്ടമോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഈ കാർ ഞാൻ 45,000 രൂപയ്ക്കെങ്കിലും വിൽക്കും. ഓക്കെ, വരിക വരിക വരിക. കണ്ണാപ്പി കാറുകൾ വിൽപ്പനയ്ക്ക്. ഒരൊറ്റ കാറേ ഉള്ളൂ. വാങ്ങേണ്ടവർക്ക് വാങ്ങാം, വാങ്ങാത്തവർ പ്ലീസ് എങ്ങനെയെങ്കിലും അത് വാങ്ങി പോകണം. ഈ കാർ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് വേറെ കാർ വാങ്ങാം ഗൈസ്, പ്ലീസ്. ഓക്കെ 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 ഓക്കെ, എനിവൺ പ്ലീസ് കം. കണ്ണാപ്പി കാറുകൾ വിൽപ്പനയ്ക്ക്. കാറുകളില്ല, കാറ് മാത്രമേ ഉള്ളൂ. അതിലത്തെ ഗള്ള് ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കണ്ണാപ്പി കാറ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കണ്ണാപ്പി കാർ. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം. അവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടി വരുന്നില്ലല്ലോ, എന്ത് ശോകാണ്. വില മാറ്റി നോക്കാം ഗൈസ്. വില മാറ്റാണ്ട ഇതില്ല കാര്യം. 47,000 വെച്ച് നോക്കാം. ഇത് എവിടെ കാറിൻ്റെ വെബ് പേജ് എടുക്കുക. കാർ ഫോർ സെയില് 50,000 മാറ്റാം. റിമൂവ് ഫ്രം സെയില് 42,000 രൂപ. ഒരു 7,000 രൂപയ്ക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ നോക്കാം. 7 ഇതെങ്കിലും പറ്റുമോ പ്ലീസ്. ഓൺ സെയിൽ പ്ലീസ്, ആരെങ്കിലും ഒന്ന് വാങ്ങുമോ. അപ്പോഴേ വന്നാൽ മറ്റേ പയ്യന്മാരുള്ളതായി. എന്താ മറ്റേ ബെൻലി അപ്പോഴേ വന്നാൽ മറ്റവനായാലും മതി, ഒരു സീനുമില്ല. പ്ലീസ് ആരെങ്കിലും ഒന്ന് വന്ന് വാങ്ങും. കാല് പിടിക്കാം. ടാക്സി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ടാക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുമോ ആള്? ഇല്ലല്ലേ. എടോ 47,000 രൂപയുള്ളൂ. ഇതിലും വലിയ ലാഭമൊക്കെ ഉണ്ടാക്കാൻ വയ്യ ഗൈസ്. ഇതിലും വലിയ ലാഭത്തിലേക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വയ്യ. ഒരു മനുഷ്യൻ്റെ കുട്ടി കാണാനില്ല. ഇനിയിപ്പോൾ ഗെയിമിൽ വല്ല ഗ്ലിച്ച് അടിച്ചതാണോ? 11 മണിയായിട്ടുണ്ട്. അവിടെ ജാക്ക് കൂട്ടൻ്റെ ജങ്ക്യാർഡിൽ പോയി നോക്കിയൊക്കെ എന്തെങ്കിലും കിട്ടുമോ. എടാ, ഇയാളും പിച്ചക്കാരനായി ഇത്രയും വേഗം. നമ്മളാകെ ഇയാളുടെ 1000 സംതിങ് രൂപ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളൂ. ആള് വേഗം പിച്ചക്കാരനായിരിക്കുന്നു ഗൈസ്. നോവൺ കണ്ണാപ്പി കാറുകൾ ആരെങ്കിലും വാങ്ങുക. ഇവിടെ അങ്ങനെ നിൽക്കാം, അതാ ഭേദം. ഗൈസ്, ആരെയും കാണാനില്ലല്ലോ. നമ്മുടെ ഇപ്പോൾ ഒരു ഒന്നില്ല, ആകെ ഒരു 7,000 ഉലുവ. ഈ കാറൊന്നും എങ്ങനെയെങ്കിലും വിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചാലും അതും വിൽക്കണില്ലല്ലോ. എന്തോന്ന് ശോകാടോ ഇത്. 12 മണിയായി. 12 മണി. ഒന്നൊന്നര ജീവിതം തന്നെ. കാറൊക്കെ വിൽക്കണ ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. അത് ഒന്നൊന്നും തുടങ്ങാൻ ആൾക്കാരെ വേണം ആലോചിക്കാൻ. ആരെങ്കിലും വന്ന് ഈ കാറൊന്ന് വാങ്ങിക്കുമോ പ്ലീസ്. കയ്യിൽ 10ൻ്റെ കാശില്ല. ഇവിടെ ഈ ഓഫീസും കൂടി തുറന്നിട്ടുണ്ടല്ലോ, പിന്നെന്താണ് തനിക്ക് എത്ര കിഴപ്പ്. ഈ സാധനം എന്താ? ലക്ഷറി കാർ ഡീലർഷിപ്പ് ഈസ് ഓപ്പൺ ടുഡേ. ഇനി ഇതിലും വലുത് ഞാൻ ഉണ്ടാക്കും ഗൈസ്, ഉറപ്പാ. ഇതേ കാർ ഡീലർഷിപ്പ് കസ്റ്റമറാ. ഓ ബ്രോ, താങ്ക് യു ബ്രോ. ദയവായിട്ട് നിങ്ങളിവിടെ വരുത്തിച്ചതാ കസ്റ്റമർ. അയ്യോ, നിങ്ങളെന്തിനാ ആ ബോണറ്റിൻ്റെ ഉള്ളിൽ കയറി പോണേ? കാറിൻ്റെ പകുതി. കുറച്ച് ഡേർട്ടി ഉണ്ടല്ലോ, അതാണ് മെയിൻ പ്രശ്നം. കുഴപ്പമില്ല, പുള്ളിക്കിത് വിൽക്കാം. 44,999. തിങ്ക് ആൻഡ് ലോവർ ദ പ്രൈസ് ടു ബിറ്റ്. കൊടുക്കണോ? സോറി ബ്രോ, ഞാനാണെന്ന് വണ്ടി വൃത്തിയാക്കാൻ മറന്നുപോയി.
അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഈ വണ്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. കാർ വാഷ് എവിടെയാണോ എന്തോ. കസ്റ്റമർ ആരെയും കാണാനില്ല. ഓഫീസ് ഇപ്പോൾ ക്ലോസ് ചെയ്യേണ്ട തൽക്കാലേ. വണ്ടി കാറ് വാഷ് ചെയ്യേണ്ടി വരിക്കത്. കാർ ഫോർ സെയിൽ ഓൺ സെയിലില്ലേ, തൽക്കാലേ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. കാരണം എന്താണെന്ന് അയ്യോ, ഇത് വണ്ടി ഞാൻ കഴുകിയിട്ടില്ല. ഇതിൻ്റെ കാര്യം മറന്നുപോയി. വണ്ടി കഴുകണം കഴിച്ചാൽ അതാണ് ചിലപ്പോൾ ആൾക്കാർ പൈസ കുറച്ച് മേടിക്കണത്. അത് കുഴപ്പമൊന്നുമില്ല. കാർ എൻ്റർ ചെയ്യടോ ഫസ്റ്റ് പോട്ടാ. പ്ലീസ് ആദ്യം ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും. നട്ടുച്ചയ്ക്കാണ് അവൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നത്. പ്ലീസ് ഇടിക്കല്ലേ. കാർ വാഷ് എവിടെയാണ് മച്ചു? അതാ അവിടെ തന്നെ ഉണ്ടോ വാഷ്. ഓട്ടോ ഇലക്ട്രിക്, ഓട്ടോ പെയിൻറ്റിങ്. അപ്പോൾ കാർ വാഷോ? എടി വണ്ടിയുടെ പണി തീർക്കൂല ഇങ്ങനെ ചാട്ടം ചാടിയിട്ട്. കാർ വാഷ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്തോ. ഇവിടെ വേറെ വണ്ടികൾ വരുന്നുണ്ടല്ലോ. ഈ മഞ്ഞ ബിൽഡിംഗ് ആണോ കാർ വാഷ്? ആ ഗൈസ്, ഇതന്നെയാണ് കാർ വാഷ്. ഇത് പെട്രോളോ? അപ്പുറത്താണ് കാർ വാഷ് ഉള്ളതല്ലേ. തൽക്കാലം വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓ ഇടിക്കല്ലേ മച്ചുനെ, പ്ലീസ് ഇടിക്കല്ലടാ കുട്ടാ. വെഹിക്കിൾ ഹാസ് റൺ ഔട്ട് ഓഫ് ഫ്യൂവലാ. ഇങ്ങനെയുള്ളതിൽ നോക്കണം. വണ്ടി ഇവിടെ അങ്ങനെ നിർത്തിയാൽ മതിയോ? ഈ വണ്ടിക്കൊന്ന് ബ്രേക്കും കൂടി ഇല്ലല്ലോ. ഓപ്സ്, ഇടിച്ച് പൊടിച്ച് ഈ വണ്ടിയുടെ പണി തീർക്കൂല ഇവൻ. വെറുതെ കാശ് കളയാനായിട്ട് വണ്ടാരക്കെട്ട്. ബ്രോ ഇനിയെങ്കിലും ഈ വണ്ടി ഒന്ന് കഴുകുമോ പ്ലീസ്? ഇവിടെ 6000 രൂപയാ. എന്തോന്നടാ ഇത്? ഇവിടെ ഇനി ആകെ എൻ്റെ കയ്യിലുള്ള 979 ഉലുവ. ചേടാ എടാ, ഈ വണ്ടി എനിക്ക് ആരെങ്കിലും ഒന്ന് വിൽക്കുമോ? ഇടിച്ച് എൻ്റെ പണി തീരുമെന്തോ. പ്ലീസ് സ്പീഡ് പെട്ടെന്നൊന്ന് കൂടല്ലേ. അയ്യോ വണ്ടി. എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണെന്നോ എന്തോ. ഓക്കേ, വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ആകെ ഒരു മൂഞ്ച ലൈഫാണ് ഇന്നത്തെ ഒരു ഫസ്റ്റ് എപ്പിസോഡ്. ഈ വണ്ടി നേരെ ബാക്കിലോട്ട് ഗിയർ ഇട്ട് റിവേഴ്സ് എടുത്ത് വയ്ക്കാം. സോ അടുത്തൊരു വീഡിയോയിൽ ഈ വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കണം ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കി കിട്ടണം. എന്തായാലും നമുക്ക് കാർ ഫോർ സെയിൽ ഇടാം. എന്താ ടൊയോട്ട എന്താ അങ്ങനെ വണ്ടിയുടെ പേര് എന്താണ്? എടാ അപ്പോൾ മൊത്തത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. 45,000 എങ്കിലും വേണം പ്ലീസ്. ഞാൻ ബെഗ് ചെയ്യാണ്. കിലോമീറ്ററാ KM എന്തൊക്കെയുമായി ഞാൻ ലാഭത്തിന് വിൽക്കുകയാണ്. പ്ലീസ് എനിക്കൊരു ചെറിയൊരു ലാഭമെങ്കിലും വേണം. എനിക്ക് ലാഭം ഉണ്ടോയെന്ന് ഞാൻ അറിയില്ല. ദൈവം തമ്പുരാൻ അറിയാം ലാഭം ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു കസ്റ്റമറെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരു കസ്റ്റമർ പോയിട്ടൊരു പൂച്ചക്കുട്ടി പോലും കാണാനില്ല. നമുക്ക് ഗൈസ് തൽക്കാലം ഉണ്ടല്ലോ ഇയാളുടെ ജങ്ക്യാർഡിൽ എന്തെങ്കിലും ഒരു കുന്ത്രാണ്ടുണ്ടോ നോക്കിയിട്ട് വരാം. എടോ ഇയാളുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ലല്ലോ. എന്താവട്ടെ, ബൈ ബൈ ബ്രോ. താങ്കളെങ്കിലും ചുറ്റി എന്തെങ്കിലുമൊക്കെ ജീവിച്ചു പോ. വേറെ വല്ല കാര്യങ്ങളും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 7:45 സംതിങ് ടൈം ആയി. നമുക്കൊക്കെ എന്തായാലും നമ്മുടെ ഈ കടയൊക്കെ നടച്ച് വീട്ടിലോട്ട് പോവാം. ഓക്കെ.
കടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആകെ 979 രൂപയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു 200 രൂപ എന്തായാലും ചിലവാകും. നമുക്ക് ഇനി എന്തായാലും നമ്മുടെ കാരവാനിലോട്ട് പോകാം. സോ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ഗൈസ്, ബൈ ഗൈസ്, ടേക്ക് കെയർ.